ഡോക്ടർ ഇഷാൻ അഹമ്മദ് എന്ന് പറഞ്ഞ ഒരു പാകിസ്ഥാനി ഡോക്ടറുണ്ട്. ലോകത്തിലെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ കാലാവസ്ഥ പ്രതികൂലമായി വിമാനം ഏതോ ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാണ്. വിമാനാധികൃതരായി സംസാരിച്ചപ്പോൾ അവർ കോൺഫറൻസിൽ എത്തിച്ചേരാൻ വേണ്ടി ഒരു ടാക്സി ഏർപ്പാടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് പേരും പോയപ്പോഴേക്കും വീണ്ടും കാലാവസ്ഥ മോശമായി, മഴയും കാറ്റൊക്കെ കാരണം വണ്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. മൊബൈലിലാണെങ്കിൽ ആരെയും ബന്ധപ്പെടാൻ റേഞ്ചില്ല. ആകെയുള്ളത് തൊട്ടപ്പുറത്തൊരു ചെറിയ കുടിൽ മാത്രമാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു പ്രായമായ ഉമ്മ നിസ്കരിക്കുന്നുണ്ട്, തൊട്ടപ്പുറത്തൊരു കുട്ടിയും കിടക്കുന്നുണ്ട്. അവരുടെ നിസ്കാരശേഷം കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചു. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ ഉമ്മ ഇതിന് പറ്റിയത്? ഇത് എൻ്റെ പേരക്കുട്ടിയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവൻ്റെ ഉമ്മയപ്പയൊക്കെ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. ഇവന് ഒരു മാറാ രോഗവും പിടിപെട്ടു. എൻ്റെ കയ്യിലുള്ള എല്ലാ സമ്പത്തും വിറ്റിട്ടാണ് ഞാനിവനെ ചികിത്സിച്ചത്. പക്ഷേ ഒരു മാറ്റമില്ല. ഇപ്പോൾ നാട്ടുകാർ പറയുന്നുണ്ട് തെക്കൻ പാകിസ്ഥാനിൽ ഒരു വലിയ ഡോക്ടറുണ്ട്, അദ്ദേഹത്തെ കണ്ടാൽ ചിലപ്പോൾ ഇവൻ്റെ രോഗം മാറിയേക്കുമെന്ന്. പക്ഷേ അദ്ദേഹത്തെ കാണാൻ ഒരുപാട് പണം ആവശ്യം വരും, കുറേ കാലം കാത്തിരിക്കേണ്ടിയും വരും. അതുകൊണ്ട് എനിക്ക് ചികിത്സിക്കാൻ ഒരു വഴിയില്ല. എന്നാലും ഞാൻ ദിവസവും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വഴി തുറന്നു തരാൻ വേണ്ടി. അയാൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഉമ്മ ആ ഡോക്ടറുടെ പേര്? പറയുന്നു, ഇഷാൻ അഹമ്മദ്. അയാൾ അവിടെ ഇരുന്ന് കരഞ്ഞു പോവാണ്. ചോദിക്കുന്നുണ്ട്, എന്താ മോനെ കരയുന്നത്? ഒരു മറുപടി പറയുന്നത്, ഉമ്മ, ഞാനാണ് നിങ്ങളെ അന്വേഷിക്കുന്ന ആ ഇഷാൻ അഹമ്മദ്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് എവിടെയോ എത്തേണ്ട എന്നെ ഈ നാട്ടിലെ ഈ കൂരയിലെത്തിച്ചത്.